നമ്മളെ ഇത് കുമളി കയറാൻ പോവാണ്. അതിന് മുമ്പ് നമ്മളിത് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് മുന്തിരിത്തോട്ടമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് മുന്തിരിങ്ങയൊക്കെ വാങ്ങി ഇത് കയറാൻ പോണ്. നമ്മുടെ കൂടെ അഭിഷേകുണ്ട്, ശംഭു, ആശക്കുട്ടി തന്നെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ എക്സ്ട്രാ നീലനും ഉണ്ട്. അപ്പോൾ കുമളി കയറാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കമ്പത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അവിടെ നിന്ന് കുറച്ച് മുന്തിരിങ്ങയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട് അവിടെ, കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് കുറച്ച് മുന്തിരിങ്ങയൊക്കെ വാങ്ങി നേരെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് നേരെ ആദ്യമേ കുമളിക്കാണ്. കുമളി കഴിഞ്ഞ് കുട്ടിക്കാനം പിന്നെ മുണ്ടക്കയം വഴി കോട്ടയത്ത് നിന്ന് നേരെ വീട്ടിലേക്ക്. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ അധികം വിശദീകരണങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ പറയുന്നത്, നല്ല മലനിരകളും പച്ചപ്പാർന്ന ഹെയർ പിൻ വളവുകളും വെള്ളച്ചാട്ടം അങ്ങനെ മുതലായ നയന മനോഹരമായ പല കാഴ്ചകളും കണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമുക്ക് നേരെ കുട്ടിക്കാനത്ത് നിന്നിട്ട് വണ്ടി നിർത്താം കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ കുടുംബത്തിൻ്റെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് പറയാനുള്ളത്, ട്രാഫിക് റൂൾസ് പരമാവധി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രാഫിക് റൂൾസും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതനുസരിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിൽ പെടുത്താതിരിക്കുക. പിന്നെ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പുകളും യാത്രകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഒരു ട്രിപ്പൊക്കെ വെക്കാം കേട്ടോ. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ.
ഇവിടെ ചെറിയൊരു ചെക്ക് പോയിൻ്റാണ്. വണ്ടികൾക്ക് അങ്ങനെ അധികം ചെക്കിങ്ങൊന്നുമില്ല, വണ്ടികളൊക്കെ കടത്തി വിടും. ഇത് കുമളി ടൗണിലേക്ക് കയറുന്ന സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ ബസ്സാണ് കേട്ടോ നിരന്ന് കിടക്കുന്നത്. കുമളിയിൽ നിന്ന് കമ്പം, തേനി ആ ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സുകളാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ബസ് സർവീസാണ് കിടക്കുന്നത്. നമ്മുടെ കേരളം തമിഴ്നാട് കഴിഞ്ഞു, ഇനി കേരളത്തിലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് കുമളി ടൗണിലേക്ക് നമ്മൾ കയറുകയാണ്. ഒരു ചെറിയ ടൗണാണ് കേട്ടോ, വളരെ മനോഹരമായ അത്യാവശ്യം തിരക്കൊക്കെയുള്ള ഒരു കുഞ്ഞു ടൗണാണ് കുമളി ടൗണ്. കുമളി എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ്. കുമളി, കുട്ടിക്കാനം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണ്. മൂടൽമഞ്ഞും മഴയും ഒക്കെ കൂടി കലർന്ന ഒരു കാലാവസ്ഥയാണിപ്പോൾ. അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയും നല്ല മൂടൽമഞ്ഞുമായിരുന്നു, ഒന്നും കാണാൻ വയ്യില്ലായിരുന്നു കേട്ടോ റോഡൊക്കെ. ഇപ്പോൾ നല്ല തെളിഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ മാറി തെളിഞ്ഞ് നിൽക്കുകയാണ്. നല്ല അത്യാവശ്യം മൂടൽമഞ്ഞും ഒക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് നിർത്തി ഒന്ന് ചായ കുടിക്കാമെന്നൊക്കെ കരുതി ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഇനി താഴേക്കുള്ള യാത്ര. ഈ കുട്ടിക്കാനത്തേക്കാണ്. കുറച്ചുകൂടെ കയറ്റമൊക്കെ കയറി ഇറക്കമൊക്കെ ഇറങ്ങി ഹെയർപിൻ വളമൊക്കെ വളഞ്ഞ് മൂടൽമഞ്ഞിനിടയ്ക്കൂടെ മനോഹരമായ യാത്രയായിരിക്കും. എല്ലാവരും വണ്ടി തന്നെ ഇരുന്നു നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മൂടൽമഞ്ഞിനകത്തൂടെ ഈ വെള്ളി മേഘത്തിനിടയ്ക്കൂടെയൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു അനുഭവമായിരിക്കും. പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടമുണ്ട്. പറയാൻ എനിക്കറിയില്ല അതെങ്ങനെ അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കേണ്ടതെന്ന്. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ കുട്ടിക്കാനത്തേക്കുള്ള യാത്രയാണ്. കുട്ടിക്കാനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴി സൈഡിൽ നമ്മൾ കാണാൻ പോകുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ടീ പ്ലാന്റേഷനാണ് ഇവിടെ നമ്മൾ ആദ്യം കാണാൻ തുടങ്ങുന്നത് കേട്ടോ. ടീ പ്ലാന്റേഷൻ ഇവിടുത്തെ ഒരു തേയില, കുമളിയിലെ തേയില, മൂന്നാറിലെ തേയില, കുമളിയിലെ തേയിലയൊക്കെ അടിപൊളിയാണ്. ഇവിടെ തേയില ഫാക്ടറി ഉണ്ട്. പോകുന്ന വഴിക്ക് കുറച്ച് തേയിലയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയത്. കുട്ടിക്കാനം വരെ കുറച്ചും കൂടെ ഒരു കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. കുട്ടിക്കാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് നല്ല ഇറക്കമാണ് കേട്ടോ. പോകുന്ന വഴി നല്ല അടിപൊളി വെള്ളച്ചാട്ടം അങ്ങനെ കാണാൻ പല കാഴ്ചകളുണ്ട്. കുറച്ച് നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ രസിച്ച് പോകാൻ വളരെ രസമാണ്. ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോന്നോളൂ, നമുക്ക് ട്രിപ്പ് വെക്കാം കേട്ടോ.
കുട്ടിക്കാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടിക്കാനം ടൗണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രശസ്തമായ ഒരു കോളേജ് കുട്ടിക്കാനത്തിൻ്റെ താഴ്വരയിൽ തണുപ്പിൽ മഞ്ഞിൽ പുതഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവമാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഒരു ചായയൊക്കെ അടിച്ച് നേരെ വെച്ച് പിടിക്കുകയാണ് മുണ്ടക്കയത്തിന് കേട്ടോ. ഇനി ഇവിടുന്ന് ഇറക്കമാണ്, നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. വഴി മഴയുണ്ട്, തന്നെ തെറിച്ച് കിടക്കുകയാണ്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക, സ്ലിപ്പാകാൻ നല്ല ചാൻസ് ഉണ്ട്. ചാറ്റൽ മഴയാണ്, നല്ല മൂടൽമഞ്ഞുമുണ്ട്, നല്ല ചാറ്റൽ മഴയുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മലനിരകളുടെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല, ലോങ് വ്യൂ നമുക്ക് കിട്ടുന്നില്ല. കാരണം ആ താഴ്വര മൊത്തം മൂടൽമഞ്ഞ് ഫോഗ് വന്ന് കയറി കിടക്കുകയാണ് കേട്ടോ. റോഡിലേക്ക് കയറി വരുന്നതേ ഉള്ളൂ. ഫോഗ് മൊത്തം കയറി വരുന്നതിന് മുമ്പ് നമുക്ക് താഴെ പിടിക്കണം. ഓക്കെ, പോകുന്ന വഴിക്ക് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത് അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ്. മുണ്ടക്കയത്തേക്കുള്ള യാത്രയിൽ വഴിമധ്യേ കാണാൻ പറ്റുന്ന അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. വാട്ടർഫാൾസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. വെള്ളം പാല് പോലെ പതഞ്ഞങ്ങോട്ട് പാറക്കെട്ടി കൂടെ അങ്ങോട്ട് അടിച്ച് തല്ലി തകർത്തങ്ങോട്ട് ഒഴുകി വന്ന് അടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് നമ്മുടെ ഇടയ്ക്കൂടെ കയറി അങ്ങ് പോയി. അടിപൊളി വെള്ളച്ചാട്ടം. പുറത്തിറങ്ങി വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശുകുട്ടി സമ്മതിച്ചില്ല. കാരണം ഒരു വല്ലാത്തൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് മഴയും കൂടെ നനഞ്ഞ് പനി പിടിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങാൻ സമ്മതിച്ചില്ല. എന്നാ ചെയ്യാനാണ്. ശംഭു മൊബൈലിൽ ബിസിയാണ്. വഴി സൈഡിൽ നമ്മുടെ കുരങ്ങൻ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. യാത്രക്കാരെ നിർത്തി ഇടയ്ക്കൊക്കെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതും പ്രതീക്ഷിച്ചിട്ടുള്ള ഇരിപ്പാണ്. പിന്നെ ധാരാളം ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിലിങ്ങനെ ചടഞ്ഞു കുത്തിയിരിക്കാതെ പുറത്തിറങ്ങി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കൊരു ട്രിപ്പൊക്കെ വെക്കാം കേട്ടോ. മഴ ആയതുകൊണ്ട് അധിക സമയം നിന്നില്ല, പെട്ടെന്ന് തന്നെ താഴേക്ക് പോവുകയാണ്. വെളുപ്പിനെ ചെന്നൈയിൽ നിന്ന് വെളുപ്പിനെ വിട്ടതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം.
താഴെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് കരുതിയിട്ടാണ്. റോഡിലേക്ക് മൂടൽമഞ്ഞ് കയറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ യാത്രയൊക്കെ റിസ്ക്കാണ്, അതുകൊണ്ട് വേഗം നമുക്ക് പോയേക്കാം. മൂടൽമഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ, ഫോഗ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫോഗ് കയറി യാത്ര കാഴ്ച മങ്ങുന്നതിന് മുമ്പ് നമുക്ക് താഴെ ഇറങ്ങണം. മുണ്ടക്കയം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനത്തെ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക, നമുക്ക് ട്രിപ്പ് വെക്കാം കേട്ടോ.